ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈസിയുടെ ടോപ്പ് 15 കോളേജസ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ സി എസിൻ്റെ ലാസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, ചെക്കപ്പ് ചെയ്തത്. അപ്പോൾ ഈസിയുടെ ടോപ്പ് കേരളത്തിലെ കീമിൻ്റെ ഉണ്ടെന്ന ടോപ്പ് 15 കോളേജസിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ആദ്യം തന്നെ ഫസ്റ്റ് കോളേജ് സി ഇ ടി റാങ്കാണ്. സി ഇ ടിയിലെ കഴിഞ്ഞ വർഷം ഈസിക്ക് ലാസ്റ്റ് കട്ടായേക്കുന്നതെന്ന് വെച്ചാൽ ഒരു 850 ആ റേഞ്ചാണ്. അത് ഒ ബി സിയിലോട്ട് വരുമ്പോൾ 1K to 1.5K 1300 ആ റേഞ്ചിൽ വരും. ഇ ഡബ്ല്യു എസ് ആകുമ്പോൾ 2Kയിലോട്ടൊക്കെ പോവാം. 2000 ഉണ്ടെങ്കിൽ സി ഇ ടിയിൽ നിങ്ങൾക്ക് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് അഡ്മിഷൻ കിട്ടുന്നതാണ്. അടുത്ത രണ്ടാമത്തെ കോളേജ് എന്ന് പറയുന്നത് ജി സി തൃശ്ശൂരാണ്. ജി സി തൃശ്ശൂരിൽ ജനറലിൽ 1.5K to 2K വരെയൊക്കെ ഈസിക്ക് കട്ട് ഓഫ് പോയിട്ടുണ്ട്. സോ 2000 അണ്ടറുള്ളവർക്ക് നല്ലൊരു കോളേജ്, നല്ലൊരു കോഴ്സാണ് ജി സി തൃശ്ശൂർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അത് ഒ ബി സി ആകുമ്പോൾ 2.5K ആ റേഞ്ച്, 2500 റേഞ്ചൊക്കെയും. ഇത് ഇ ഡബ്ല്യു എസ് ആകുമ്പോൾ 3K to 3.5K 3000-3500 ആ റേഞ്ചൊക്കെ പോയിട്ടുണ്ട്. അടുത്ത മൂന്നാമത് ടി കെ എം ആണ്. ടി കെ എം കൊല്ലം ജനറൽ കാറ്റഗറി 3K to 3.5K 3500 ഉള്ളവർക്ക് ഈസിക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഒ ബി സി ആകുമ്പോൾ 4K to 4.5K, ഇ ഡബ്ല്യു എസ് ആകുമ്പോൾ 5K to 6K. 6000-നുള്ളിലൊക്കെ ഇ ഡബ്ല്യു എസ് ഉണ്ടെങ്കിൽ നല്ലൊരു കോളേജാണ് ടി കെ എം, നല്ലൊരു കോഴ്സ് ഈസി. സോ 6000-നുള്ളിലൊക്കെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ് ടി കെ എം ബി. അല്ലാതെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഒറ്റാക്കര ജനറൽ കാറ്റഗറിയിൽ 4K വരെയൊക്കെ കട്ട് ഓഫ് പോയിട്ടുണ്ട്. അത് ഒ ബി സി ആകുമ്പോൾ 5K, ഇ ഡബ്ല്യു എസ് ആകുമ്പോൾ 8K വരെ പോയിട്ടുണ്ട്. സോ 8Kക്കുള്ളിലുള്ളവർക്ക് മോഡലിൽ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു 7K to 8K ഇ ഡബ്ല്യു എസ് പോയിട്ടുണ്ട് മോഡലിൽ. അടുത്ത അഞ്ചാമത് നോട്ടേക്കുന്ന എം എ കോളേജ് കോതമംഗലാണ്. എം എ കോളേജിൽ ലാസ്റ്റ് റാങ്ക് ഈസിക്ക് ജനറലിൽ 5.5K വരെയും, ഒ ബി സി ആകുമ്പോൾ ഒരു 6K to 6.5K അതിനുള്ളിൽ, ഇ ഡബ്ല്യു എസ് ആകുമ്പോൾ 7K to 8K ഈ റാങ്ക് റേഞ്ചിലാണ് എം എ കോളേജ് കോതമംഗലത്തിൽ ഈസി കട്ട് ഓഫ് ആയിരിക്കുന്നത്. ഈസി അടുത്ത ആറാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് ബാർട്ടൺ ഹില്ലാണ്. ട്രിവാൻഡ്രത്ത് ഈസി അല്ലാതെ ഉള്ള ഒരു ഗവൺമെന്റ് കോളേജാണ് ബാർട്ടൺ ഹില്ല്. നല്ല കോളേജാണ് ഈസി. അവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സി എസിന്റെ ലാസ്റ്റ് റാങ്ക് വന്നപ്പോൾ ബാർട്ടൺ ഹില്ല് പറഞ്ഞിരുന്നു. ബാർട്ടൺ ഹില്ല് സി എസ് ഇല്ല, സി എസിന് വരെ അവിടെ ഐ ടി ഉണ്ട് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തോ. ഐ ടി സി എസ് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും കാണത്തില്ല. ഒരു ഓൾമോസ്റ്റ് 90% എല്ലാ സബ്ജക്റ്റും സിലബസും പ്ലേസ്മെന്റും എല്ലാം സെയിം ആണ്. സോ ബാർട്ടൺ ഹില്ല് ഐ ടി ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ അവിടെ ഐ ടി ഉണ്ട്. സി സി ജനറൽ കാറ്റഗറി ഒരു 5K റേഞ്ച്, ഒ ബി സി ആകുമ്പോൾ ഒരു 6K to 7K, ഇ ഡബ്ല്യു എസ് ആകുമ്പോൾ 8K to 9K ആ റേഞ്ചിൽ ബാർട്ടൺ ഹില്ല് ഈസിക്ക് അഡ്മിഷൻ പോയിട്ടുണ്ട്. അടുത്ത ഏഴാമത് കൊടുത്തേക്കുന്നത് ആർ ഐ ടി കോട്ടയാണ്. ആർ ഐ ടി കോട്ടയത്തിൽ ഈസിക്ക് ജനറലിൽ കട്ടായിരിക്കുന്നത് ഒരു 6K റൗണ്ട്. അത് ഒ ബി സി ആകുമ്പോൾ ഒരു 7K to 7.5K വരും. ഇ ഡബ്ല്യു എസ് ആകുമ്പോൾ 8K to 9K ആ ഒരു റേഞ്ചാണ് ആർ ഐ ടി കോട്ടയം ഈസി കേട്ടോ. അടുത്ത എട്ടാം സ്ഥാനത്ത് കൊടുത്തേക്കുന്നത് എൻ എസ് എസ് കോളേജ് പാലക്കാട്, ഗവൺമെന്റ് എൻ എസ് എസ് കോളേജ് പാലക്കാട്. എൻ എസ് എസ് കോളേജിൽ ജനറലിൽ കട്ടായിരിക്കുന്നത് ഒരു 7K, ബിലോ 7K വേണം. അത് ഒ ബി സി ആകുമ്പോൾ ഒരു 8K to 8.5K, ഇ ഡബ്ല്യു എസ് ആകുമ്പോൾ 10K വരെ പോയിട്ടുണ്ട്. സോ നല്ല കോളേജാണ് എൻ എസ് കോളേജ് പാലക്കാട്. ഈസിക്ക് 7K, 8.5K, 10. അടുത്ത ഒമ്പതാം സ്ഥാനത്ത് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരാണ്. കണ്ണൂര് ജനറൽ കാറ്റഗറി ഒരു 8.5K വരെയും, ഒ ബി സി ആകുമ്പോൾ ഒരു 10K വരെയും, ബാക്കി ഇ ഡബ്ല്യു എസ് ആകുമ്പോൾ ഒരു ബിലോ 14K വരെയൊക്കെ പോയിട്ടുണ്ട്. നോക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഓഫ്കോഴ്സ് തേർഡ് അലോട്ട്മെന്റിൽ കട്ടായിരിക്കുന്നതാണ്. സോ നിങ്ങൾ സ്പോട്ടിലോട്ടൊക്കെ പോകുമ്പോൾ നല്ല വേരിയേഷൻ വരാം. സോ മാക്സിമം എല്ലാ കോളേജുകളും സ്പോട്ടിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ചിലപ്പോൾ ഒരു കരിയർ ഡിസൈഡിങ് എന്ന് പറയുന്നത് സ്പോട്ടൊക്കെ ആയിരിക്കും. നോക്കാം എല്ലാവരും. സ്പോട്ട് ഓഫ്കോഴ്സ് ലക്കാണ്. സീറ്റ് വേക്കൻസി അനുസരിച്ച് മാറാൻ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാറ്റഗറി ആണെന്ന് വെച്ചോ, കാറ്റഗറി സീറ്റ് സ്പോട്ടിൽ ഒരിക്കലും ജനറലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. ആ കാറ്റഗറി സീറ്റ് ആ കാറ്റഗറിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് മുന്നിൽ ആ കാറ്റഗറി ഇല്ലെങ്കിൽ അത്രയും റാങ്ക് പുഷായി ബാക്കിലോട്ട് വരും. സോ കാറ്റഗറിക്ക് ഉള്ളവർ മാക്സിമം സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അടുത്ത പത്താമത് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ്. കോഴിക്കോടിൽ ജനറൽ കാറ്റഗറി ഒരു 8K റാങ്ക് റേഞ്ച് വേണം. അത് ഒ ബി സി ആകുമ്പോൾ ഒരു 10K വേണം. ഇ ഡബ്ല്യു എസ് ആകുമ്പോൾ ഒരു ബിലോ 14K. 11ാം സ്ഥാനത്ത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരമാണ്. ശ്രീകൃഷ്ണപുരത്ത് ജനറൽ കാറ്റഗറി ഒരു
8.5K ഒക്കെ വേണ്ടി വരും. അത് OBC ആകുമ്പോൾ ഒരു 12,000 13,000 ആ റേഞ്ച് രൂപ. EWS ആകുമ്പോൾ 13,000 14,000 ആ ഒരു ഇതിലൊക്കെ പോകും. 12ാം സ്ഥാനത്ത് SCT പാപ്പനംകോടാണ്. ഗവൺമെന്റ് കോളേജിലെ ഇടതാണ്. അത്യാവശ്യം നല്ല കോളേജാണ്. ജനറലി ECക്ക് കട്ടൗട്ട് അയക്കുന്ന കട്ട് ഓഫ് അയക്കുന്നത് വെച്ചാൽ 10K ആണ്. 10K ഉള്ളവരൊക്കെ എല്ലാം ഒപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കോളേജായിരിക്കും ECക്ക്. SCT പാപ്പനംകോട് 10K ആണ്. OBCയിലോട്ട് വരുമ്പോൾ അത് 13Kയിലും, EWS ആകുമ്പോൾ 50 to 16K ആ റാങ്ക് റേഞ്ചിലൊക്കെ പോകും. അടുത്ത 13ാം സ്ഥാനത്ത് കൊടുത്തേക്കുന്ന ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്. രാജഗിരിയിൽ നിങ്ങൾക്ക് ECക്ക് ഒരു സീറ്റ് വേണമെങ്കിൽ ജനറൽ കാറ്റഗറി ഒരു 14,000 ബിലോ 14,000 റാങ്ക് വേണം. അത് OBC ആകുമ്പോൾ 20,000 21,000 ഒക്കെ പോയിട്ടുണ്ട്. ചാൻസ് ഉണ്ട്, അത്രയും പോകാൻ ചാൻസ് ഉണ്ട്. EWS ആകുമ്പോൾ ഒരു 25,000 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കോളേജാണ്. പിന്നെ ഫീസ് കൂടുതലായിരിക്കും. അതനുസരിച്ച് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കി കോളേജ് ചൂസ് ചെയ്യുക. അടുത്ത 14ാം സ്ഥാനത്തുള്ളത് കോളേജ് ഓഫ് എഞ്ചിനീയർ ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ നിങ്ങൾക്ക് ഒരു ECക്ക് സീറ്റ് വേണമെങ്കിൽ ഒരു ജനറൽ കാറ്റഗറി ബിലോ 18K വേണം. ഒരു 18,000 ആ റേഞ്ച് വേണം. അത് OBC ആകുമ്പോൾ ഒരു 25,000 റേഞ്ചും EWS ആകുമ്പോൾ ഒരു 35,000 ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. ഈ റാങ്ക് റേഞ്ച് വേണം നിങ്ങൾക്ക് ചെങ്ങന്നൂർ ഒരു ECക്ക് സീറ്റ് വേണം. അടുത്ത 15ാം സ്ഥാനത്തുള്ളത് ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇടുക്കി. ഇടുക്കിയിൽ ഒരു ജനറൽ കാറ്റഗറി റാങ്ക് ECക്ക് പോയിരിക്കുന്നത് ഒരു 20,000 റേഞ്ചാണ്. അത് OBC ആകുമ്പോൾ 30,000, EWS ഒക്കെ ആകുമ്പോൾ 45,000 റേഞ്ചൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ ഒരു EC ഒക്കെ പഠിച്ച ഒരു കോളേജ്, നല്ലൊരു കോളേജ്, പ്ലേസ്മെന്റ് ഒക്കെ ആണെങ്കിൽ നോക്കുന്നതെങ്കിൽ നിങ്ങൾ കോളേജ് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പ്ലേസ്മെന്റ് ഒക്കെ തീരെ കുറവാണ്. ബട്ട് നിങ്ങൾക്കൊരു നല്ല റാങ്ക് കുറവുള്ളവർക്ക് ഒരു ഗവൺമെന്റ് സീറ്റിൽ ഏറ്റവും ഫീസ് കുറഞ്ഞ നിരക്കിൽ പഠിച്ചിറങ്ങണമെങ്കിൽ ഇടുക്കി ഗുഡ് ഓപ്ഷൻ. പക്ഷേ പ്ലേസ്മെന്റോ അങ്ങനെയുള്ള എക്സ്പോസറോ തീരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ECക്ക് ഒരു ടീമിൻ്റെ അണ്ടറിൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ വേണമെങ്കിൽ എത്ര റാങ്ക് റേഞ്ച് വേണമെന്നൊക്കെ ഈ ഒരു ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിക്കാണും. ഇന്നലെ ECSന്റെ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ECയാണ്. നാളെ ട്രിപ്പിൾ വരും. അടുത്ത സിവിൽ ചെയ്യാം, നെറ്റ് ചെയ്യാം. ഓരോന്നായിട്ട് പറ്റുന്ന ടൈമിനനുസരിച്ച് ചെയ്യുക. പിന്നെ അത്യാവശ്യം പേരൊക്കെ കാണുന്നുണ്ടോ? അത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒരു 96% സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നത്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.